ഒരു വീട് നിർമ്മിക്കണമെന്ന തീരുമാനത്തിൽ എത്തിക്കഴിഞ്ഞാൽ അതിൻ്റെ പ്ലാനിങ്ങിലേക്കൊക്കെ കടക്കുന്ന സമയത്ത് പലരും പറയാറുള്ള കാര്യമാണ് നമ്മുടെ വീടിൻ്റെ ടോട്ടൽ ഏരിയ എന്ന് പറയുന്നത് ഒരു 3000 സ്ക്വയർ ഫീറ്റിന് താഴെ നിർത്തണമെന്നുള്ളത്. നമ്മുടെ റിക്വയർമെൻറ്റ്സും അതുപോലെ മറ്റു കാര്യങ്ങളൊക്കെ പരിഗണിച്ച് നമ്മൾ ഡിസൈൻ ചെയ്ത് വരുമ്പോഴത്തേന് ഇതൊരു 3200 3500 ഒക്കെ ആയി കഴിഞ്ഞാലും നമ്മുടെ റിക്വയർമെൻറ്റ്സിൽ പല പ്രധാനപ്പെട്ട കാര്യങ്ങൾ സാക്രിഫൈസ് ചെയ്തിട്ട് ഇതിൻ്റെ ഏരിയ എങ്ങനെയും 3000 താഴേക്ക് എത്തിക്കാനാണ് പലരും ശ്രമിക്കാറുള്ളത്. ഒരു വീട് വെക്കുന്ന ആൾ പേടിയോടെ ആശങ്കയോടെയൊക്കെ കാണുന്ന ലക്ഷറി ടാക്സ് എന്ന വില്ലനെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഞാൻ സുബിൻ തോമസ്, ഗ്രീനാഷെവില്ലെ ആർക്കിടെക്ചറിലെ പ്രിൻസിപ്പൽ ആർക്കിടെക്റ്റാണ്. ഒരു വീട് വെച്ച വ്യക്തിയെ സംബന്ധിച്ചിട്ട് അദ്ദേഹം പ്രധാനമായിട്ടും 5 ടൈപ്പിലുള്ള നികുതിയാണ് അടയ്ക്കേണ്ടി വരിക. അതിലേറ്റവും ആദ്യത്തേത് നമ്മുടെ വീട് ഇരിക്കുന്ന ആ സ്ഥലത്തിൻ്റെ നികുതിയാണ്. ഈ സ്ഥലത്തിൻ്റെ നികുതി വില്ലേജിലാണ് അടയ്ക്കേണ്ടി വരിക. ഈ വില്ലേജിൽ ഗവൺമെൻറ് നിശ്ചയിച്ച പ്രകാരമുള്ള ഒരു ആറിന് ഒരു നിശ്ചിത തുക, ഒരു ആറെന്ന് പറയുന്നത് 2.47 സെൻറ്റിനെയാണ് ഒരു ആറെന്ന് പറയുന്നത്. അപ്പം ഈ ഒരാറ് വെച്ചിട്ട് നമുക്ക് എത്ര സ്ഥലമുണ്ടോ അതിനനുസരിച്ചുള്ള ഒരു നികുതി നമ്മൾ വില്ലേജിൽ അടയ്ക്കേണ്ടി വരും. രണ്ടാമത്തെ നികുതി എന്ന് പറയുന്നത് നമ്മുടെ ബിൽഡിങ്ങിൻ്റെ ടാക്സാണ്. അത് പഞ്ചായത്തിലാണ് അടയ്ക്കേണ്ടി വരുന്നത്. അതിപ്പം പഞ്ചായത്ത് എ ഗ്രേഡ് പഞ്ചായത്താവാം, അല്ലെങ്കിൽ ബി ഗ്രേഡ് പഞ്ചായത്താവാം, അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി ആവാം, കോർപ്പറേഷൻ ആവാം. അപ്പോൾ ഇവർ നിശ്ചയിച്ച പ്രകാരമുള്ള ഒരു നികുതി നമ്മുടെ ബിൽഡിങ്ങിന് അവിടെ അടയ്ക്കേണ്ടി വരും. അത് നമ്മുടെ ബിൽഡിങ്ങിൻ്റെ ഏരിയ എത്ര M² ആണ് എന്നതിനനുസരിച്ചിട്ടായിരിക്കും ഈ ടാക്സ് ഉണ്ടാവുക. മൂന്നാമതായിട്ട് നമ്മൾ അടയ്ക്കേണ്ടി വരുന്ന ടാക്സ് എന്ന് പറയുന്നത് 1 ടൈം ബിൽഡിംഗ് ടാക്സ് എന്ന് പറഞ്ഞൊരു ടാക്സാണ്. ഇത് വില്ലേജിൽ അടയ്ക്കേണ്ടി വരുന്ന ഒരു ടാക്സാണ്. നമ്മൾ വീട് പണിഞ്ഞതിന് ശേഷം നമ്മൾ കംപ്ലീഷൻ സർട്ടിഫിക്കറ്റൊക്കെ പഞ്ചായത്തിൽ കൊടുത്തതിന് ശേഷം വില്ലേജിൽ നിന്ന് ഒരു 1 ടൈം ടാക്സ് അടയ്ക്കേണ്ടി വരും. അതായത് നമ്മുടെ ബിൽഡപ്പ് ഏരിയ, നമ്മുടെ വീടിൻ്റെ ഏരിയ എത്രയാണോ അതിനനുസരിച്ചിട്ടുള്ള ഒരു ടാക്സാണ് വരുന്നത്. അത് ഒരു തവണ അടയ്ക്കേണ്ട ഒരു ടാക്സാണ്. നമ്മുടെ 1000 സ്ക്വയർ ഫീറ്റ് വരെ, അതായത് 100 M² വരെയുള്ള വീടുകൾക്ക് ഈ ടാക്സ് ബാധകമല്ല. 100 തൊട്ട് 150 വരെ M² വരുന്ന വീടുകൾക്ക് ഒരു റേറ്റും, 150 തൊട്ട് 200 വരെ വരുന്ന വീടുകൾക്ക് മറ്റൊരു റേറ്റും, 200 തൊട്ട് 250 M² വരെ ഏരിയ വരുന്ന വീടുകൾക്ക് മറ്റൊരു റേറ്റും, അങ്ങനെ ഒരു രീതിയിലാണ് ഓരോ ഏരിയയ്ക്ക് അനുസരിച്ചിട്ടുള്ള ഒരു ടാക്സ്, ഒരൊറ്റ പ്രാവശ്യം നമ്മൾ അടയ്ക്കേണ്ട ഒരു ടാക്സ് നമ്മൾ വില്ലേജിൽ അടയ്ക്കേണ്ടി വരും. അതിനാണ് ഈ 1 ടൈം ടാക്സ് എന്ന് പറയുന്നത്. നാലാമതായിട്ട് ലേബർ ടാക്സാണ്. നമ്മൾ പലർക്കും അറിയാത്ത ഒരു ടാക്സാണിത്. വീട് പണിതതിന് ശേഷം നമ്മൾ ഈ കംപ്ലീഷനൊക്കെ മേടിച്ച് 3-4 വർഷം കഴിഞ്ഞ്, അല്ലെങ്കിൽ 2-3 വർഷം കഴിഞ്ഞ് ഈ ലേബർ ഓഫീസിൽ നിന്നുള്ള, ലേബർ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നുള്ള നോട്ടീസ് വരുമ്പോഴാണ് പലരും അറിയുന്നത് ഇങ്ങനെയൊരു ലേബർ ടാക്സ് നമ്മൾ അടയ്ക്കണം എന്നുള്ളത്. അത് തൊഴിലാളി ക്ഷേമനിധിയിലേക്ക് നമ്മൾ കൊടുക്കേണ്ട ഒരു എമൗണ്ട് പോലെയാണ് ഇത് വരുന്നത്. നമ്മൾ വില്ലേജിലെ ആ 1 ടൈം ടാക്സിന് ശേഷം വില്ലേജിൽ നിന്ന് ലേബർ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഫോർവേഡ് ചെയ്യുന്ന നമ്മുടെ വീടിൻ്റെ ഡോക്യുമെൻ്റ് അനുസരിച്ചിട്ട്, നമ്മുടെ ഏരിയയ്ക്ക് അനുസരിച്ചിട്ട് ഒരു ടാക്സാണ് ഇതിനു വേണ്ടി അടയ്ക്കേണ്ടി വരുന്നത്. അഞ്ചാമതായിട്ട് ഒരു വീടിന് വരുന്ന ടാക്സ് എന്ന് പറയുന്നത് ലക്ഷറി ടാക്സ് ആണ്. നമ്മുടെ വീടിൻ്റെ ഏരിയ 3000 സ്ക്വയർ ഫീറ്റ് അല്ലെങ്കിൽ 278.7 M² മുകളിലാണെങ്കിലാണ് നമുക്ക് ലക്ഷറി ടാക്സ് ഉണ്ടാവുക. ഈ ലക്ഷറി ടാക്സ് എന്ന് പറയുന്നത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് നമ്മുടെ ഫ്ലോർ ഏരിയയ്ക്ക് അനുസരിച്ചിട്ടാണ്. നമ്മുടെ ഫ്ലോർ ഏരിയ 3000 സ്ക്വയർ ഫീറ്റിന് മുകളിലാണെങ്കിലാണ് നമുക്ക് ലക്ഷറി ടാക്സ് വരിക. നമ്മുടെ ഒരു ബിൽഡിങ്ങിൻ്റെ ഡിസൈനും പെർമിറ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ പോകുമ്പോഴത്തേന് നമ്മൾ 2 ടൈപ്പ് ഏരിയകളെക്കുറിച്ച് പറയാറുണ്ട്: ബിൽഡപ്പ് ഏരിയയും ഫ്ലോർ ഏരിയയും. ഈ ബിൽഡപ്പ് ഏരിയ എന്ന് പറയുന്നത് നമ്മൾ ഒരു ബിൽഡിങ്ങിൻ്റെ അല്ലെങ്കിൽ ഒരു വീടിൻ്റെ എല്ലാ ഫ്ലോറിലൂടെ ചേർത്തിട്ടുള്ള കവേർഡ് ഏരിയനെയാണ് ടോട്ടൽ ബിൽഡപ്പ് ഏരിയ എന്ന് പറയുന്നത്. നമ്മുടെ പെർമിറ്റ് ഫീസും കാര്യങ്ങളും ഒക്കെ ഈ ബിൽഡപ്പ് ഏരിയയ്ക്ക് അനുസരിച്ചിട്ടാണ് വരുന്നത്. അതേസമയം നമ്മൾ ടാക്സ് പോലുള്ള കാര്യങ്ങളിൽ ഫ്ലോർ ഏരിയയാണ് കണക്കാക്കുന്നത്. ഈ ഫ്ലോർ ഏരിയയിലേക്ക് വരുമ്പോൾ അതിൽ പെടാത്ത കാര്യങ്ങൾ, ബിൽഡപ്പ് ഏരിയയിൽ പെട്ടിട്ട് ഫ്ലോർ ഏരിയയിൽ പെടാത്ത കാര്യങ്ങളാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതായത് ലക്ഷറി ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴത്തേനും എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ കൂട്ടുന്നത് അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഉൾപ്പെടുത്താത്തത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഇപ്പോൾ ഒരു വീടിൻ്റെ ഫ്ലോർ ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് പോർച്ചിൻ്റെ ഏരിയ ഉണ്ടാവില്ല. ഇപ്പോൾ പോർച്ച് വീടിനോട് ചേർന്നിരുന്നാലും വീടിൽ നിന്ന് വിട്ട് മാറിയിരുന്നാലും ഈ പോർച്ചിൻ്റെ ഏരിയ എന്ന് പറയുന്നത് നമ്മുടെ ഈ ഫ്ലോർ ഏരിയക്കകത്ത് ഇൻക്ലൂഡ് ആയി. അതുപോലെ തന്നെ ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യുന്ന ഏരിയക്കകത്തും ഈ പോർച്ചിൻ്റെ ഏരിയ ഉണ്ടായിരിക്കുകയില്ല. അതുപോലെ തന്നെ നമ്മൾ ഓപ്പൺ കോർട്ട്യാർഡുകൾ, നമ്മൾ വെള്ളം വീഴുന്ന കോർട്ട്യാർഡുകളൊക്കെ വീടിനകത്ത് ചെയ്യാറുണ്ട്. അങ്ങനെയുള്ള കോർട്ട്യാർഡുകൾ അത് നമ്മുടെ ആകാശത്തേക്ക്, സ്കൈയിലേക്ക് ഓപ്പൺ ആയിട്ട് ഇരിക്കുന്ന ടൈപ്പിലാണോ ഉള്ളതെങ്കിൽ ആ ഏരിയയും നമ്മുടെ ലക്ഷറി ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യുന്ന ഏരിയക്കകത്ത് ഉൾപ്പെടുത്താൻ പറ്റിയില്ല. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മുടെ സിറ്റ് ഔട്ടിൻ്റെ ഏരിയയും ബാൽക്കണിയുടെ ഏരിയയുടെയൊക്കെ 50% ആണ് നമ്മുടെ ഈ ഫ്ലോർ ഏരിയക്കകത്ത് കണക്ക് കൂട്ടുക. അതുപോലെ തന്നെ നമ്മുടെ വീടോ അല്ലെ ബിൽഡിങ്ങിനോടനുബന്ധിച്ചുള്ള ഇലക്ട്രിക്കൽ റൂം, AC വെക്കുന്ന മെഷീൻ്റെ റൂം, അതുപോലെ തന്നെ ഓപ്പൺ ആയിട്ടുള്ള സ്റ്റെയർ കേസുകൾ, ഇതൊന്നും നമ്മൾ ഈ ഫ്ലോർ ഏരിയക്കകത്ത് ഇൻക്ലൂഡഡ് ആയിരിക്കുകയില്ല. അതുപോലെ നമ്മൾ ഈ പ്ലിന്ത് ബീമൊക്കെ ചെയ്തിട്ട് അല്ലെ തറയോട് ചേർന്നിട്ട് നമ്മളൊരു ബോർഡർ ഡിസൈൻ കൊടുക്കാറുണ്ട്. അല്ലെ കരിങ്കല്ല് കെട്ടുന്ന തറകൾ നമ്മുടെ ഭിത്തിയിൽ നിന്നും കുറച്ചുകൂടെ വെളിയിലേക്ക് പ്രൊജക്റ്റ് ചെയ്താണ് നിൽക്കാറുള്ളത്. അപ്പോൾ അങ്ങനെ വരുന്ന ആ പ്രൊജക്റ്റ് നിൽക്കുന്ന ഭാവവും നമ്മൾ ഈ ഏരിയക്കകത്ത് ഉൾപ്പെടുത്താറില്ല.
അതുപോലെ തന്നെ മെസനൈൻ ഫ്ലോർ അല്ലെങ്കിൽ ഈ ഡബിൾ ഹൈറ്റ് ആയിട്ട് നിൽക്കുന്ന ഏരിയകളൊക്കെ നമ്മുടെ വീടുകളിൽ ഉണ്ടാവാറുണ്ട്. ഇപ്പം ഡ്രോയിങ് റൂംസ് ഡബിൾ ഹൈറ്റിൽ വരാം, അല്ലെങ്കിൽ ഫാമിലി ലിവിങ്സ് ഡബിൾ ഹൈറ്റിൽ വരാം. ഇങ്ങനെ ഡബിൾ ഹൈറ്റിൽ വരുന്ന ഏരിയകൾ നമ്മൾ ഫ്ലോർ ഏരിയയുടെ കൂടെ കണക്ക് കൂട്ടാറില്ല. അതുപോലെ തന്നെ ലിഫ്റ്റിൻ്റെ ഏരിയ, ഇപ്പം നമ്മൾ 2 3 നിലയുള്ള വീടാണെങ്കിൽ ഈ ലിഫ്റ്റ് വരുന്ന ഒരു ഏരിയ നമ്മൾ ഒരു ഫ്ലോറിൽ മാത്രമേ കണക്ക് കൂട്ടാറുള്ളൂ. അപ്പം അത്തരത്തിലാണ് നമ്മൾ ഈ ഫ്ലോർ ഏരിയ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഈ ഫ്ലോർ ഏരിയയ്ക്ക് അനുസരിച്ചിട്ടായിരിക്കും നമ്മുടെ ലക്സുറി ടാക്സോ അല്ലെങ്കിൽ ബിൽഡിംഗ് ടാക്സോ ഒക്കെ കണക്കാക്കുന്നത്. ഈ ലക്സുറി ടാക്സ് എന്ന് പറയുന്നത് പല സ്ലാബിലാണ് ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. നമ്മൾ 3000 തൊട്ട് 5000 വരെയുള്ള സ്ക്വയർ ഫീറ്റ് ഉള്ള വീടുകൾക്ക് 4000 രൂപയും, 5001 തൊട്ട് 7500 വരെ സ്ക്വയർ ഫീറ്റ് ഉള്ള വീടുകൾക്ക് 6000 രൂപയും, 7501 തൊട്ട് 10000 സ്ക്വയർ ഫീറ്റ് വരെയുള്ള വീടുകൾക്ക് 8000 രൂപയും, 10000-ന് മുകളിലുള്ള സ്ക്വയർ ഫീറ്റ് ഉള്ള വീടുകൾക്ക് 10000 രൂപയുമാണ് ഈ ലക്സുറി ടാക്സ് ഈടാക്കുന്നത്. ഈ 1999 ഏപ്രിൽ 1 ശേഷം പണിത വീടുകൾക്കാണ് ഈ ലക്സുറി ടാക്സ് ആപ്ലിക്കബിൾ ആയിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മളൊരു ഫ്ലാറ്റൊക്കെയാണ് വാങ്ങിക്കുന്നതെങ്കിൽ ഇപ്പോൾ ഫ്ലാറ്റിൻ്റെ ഏരിയയും അതുപോലെ തന്നെ നമ്മുടെ ഫ്ലാറ്റിൽ കോമൺ സ്പേസ് ആയിട്ടുള്ള ഏരിയകൾ ഉണ്ടാവും, ലോബി ഉണ്ടാവും, സ്റ്റെയർ കേസിൻ്റെ ഏരിയ ഉണ്ടാവും, ലിഫ്റ്റിൻ്റെ ഏരിയ ഉണ്ടാവും, ജനറേറ്റർ റൂം ഉണ്ടാവും, അങ്ങനെയുള്ള പല കോമൺ സ്പേസുകളുണ്ടാവും. അപ്പോൾ ഈ കോമൺ സ്പേസുകളുടെ എല്ലാ ഏരിയ കൂട്ടിയിട്ട് അത് മൊത്തം എത്ര യൂണിറ്റ് ഫ്ലാറ്റ് ഉണ്ട്, ഇപ്പോൾ 10 ഫ്ലാറ്റാണ് അതിനകത്തുള്ളതെങ്കിൽ ആ 10 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് വരുന്ന ഏരിയ നമ്മുടെ ഫ്ലാറ്റിൻ്റെ നമ്മുടെ ആ യൂണിറ്റിൻ്റെ ഏരിയയോട് കൂടി കൂട്ടിയിട്ട് ടോട്ടൽ എത്ര ഏരിയ വരുന്നുള്ളൂ എന്ന് നോക്കിയിട്ടായിരിക്കും നമ്മുടെ ആ ഒരു ലക്സുറി ടാക്സോ അല്ലെങ്കിൽ ബിൽഡിംഗ് ടാക്സോ ഒക്കെ കണക്ക് കൂട്ടുക. ലക്സുറി ടാക്സ് എന്ന് പറഞ്ഞ് പലരും പേടിയോടെ കാണുന്ന ഈ ഒരു ടാക്സ് ഈ 1 കോടിയോ 2 കോടിയോ രൂപ മുടക്കി വീട് പണിയുന്ന ഒരാളെ സംബന്ധിച്ച് 4000 രൂപ അല്ലെങ്കിൽ 6000 രൂപ ഇയർലി അടയ്ക്കുക എന്ന് പറയുന്ന അത്ര വലിയ പ്രശ്നമാകാൻ സാധ്യതയില്ല. ഒരുപക്ഷെ ഈ ഇത്രയും കാശ് മുടക്കി വീട് പണിയുന്ന ഒരാളെ സംബന്ധിച്ച് ഇത് അടയ്ക്കാൻ വേണ്ടി വില്ലേജിൽ പോവുക എന്ന് പറയുന്നതായിരിക്കും ഒരുപക്ഷെ അവരെ സംബന്ധിച്ച് ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യം. പൊതുവേ നമ്മുടെ സമൂഹത്തിൽ ഈ ലക്സുറി ടാക്സ് എന്ന് പറയുന്നത് ഒരു വലിയ എമൗണ്ടാണ്, അല്ലെങ്കിൽ അത് വന്നു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്നുള്ളൊരു ചിന്താഗതിയുണ്ട്. നമ്മളിതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലായി വർഷം നമുക്ക് വരുന്ന അഡീഷണൽ തുക എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ എന്ന് മനസ്സിലാക്കി കഴിയുമ്പോൾ ഒരുപക്ഷെ നമ്മുടെ റിക്വയർമെൻറ്റ്സ് എല്ലാം മീറ്റ് ചെയ്യുന്ന രീതിയിൽ കുറച്ച് ഏരിയ കൂടുന്ന വീട് പണിയാൻ തന്നെ ആയിരിക്കാം നമ്മൾ തയ്യാറെടുക്കുന്നത്. ഈ വീഡിയോയിലൂടെ ലക്സുറി ടാക്സിനെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ ഉപകാരപ്രദമാവുമെന്ന് വിചാരിക്കുന്നു. മറ്റൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം. താങ്ക്